അപ്പോൾ ഹലോ ഗൈസ്. സോ ഇന്ന് ഞാൻ എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് പോകുന്ന ഒരു വീഡിയോ ആണ് ഇടുന്നത്. എ ഡേ ഇൻ മൈ വർക്ക് ലൈഫ് എന്ന് പറയാം. സോ ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. ഇന്ന് ഒരു പിക്കപ്പ് ഷിഫ്റ്റാണ്. അപ്പം 4 ദിവസത്തിൻ്റെ ഓഫ് വരും. നമുക്ക് ഇടയ്ക്ക് ഒരു ദിവസം പിക്കപ്പ് എടുക്കാനുള്ള ഓപ്ഷൻസ് കിട്ടും. അപ്പം ഞാനൊരു പിക്കപ്പ് ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട്. സോ ഇന്ന് നൈറ്റ് ഷിഫ്റ്റാണ് അങ്ങനെ കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ റൂട്ടീൻ എന്താണ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. ആസ് എ വർക്കിംഗ് മോം എല്ലാവരും നൈറ്റ് ഷിഫ്റ്റിനൊക്കെ പോകുമ്പം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഐ എം ജസ്റ്റ് ഷോയിങ് യു ഗൈസ് എ പീക്ക് ഇൻ ടു മൈ വർക്ക് ഡേ ലൈഫ്. സോ ഞാൻ ഉറങ്ങാൻ പോവാണ്. ഐ വിൽ സീ യു ഇൻ ദ ഈവനിങ്. ബൈ. അമ്മേ എഴുന്നേക്ക്, ജോലിക്ക് പോറായി. അപ്പോൾ ഗൈസ് ഇന്ന് വിളിച്ചത് തന്നെ ധ്രുവയാണ്. എൻ്റെ അലാം അടിച്ചിട്ട് ഞാൻ സൈലൻ്റാക്കി പിന്നെയും കിടന്നുറങ്ങി. സോ ഇനി പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വരാം. നൈറ്റ് ഷിഫ്റ്റിൻ്റെ ഒരു സ്കെഡ്യൂൾ ഞാൻ കാണിക്കാം. ശരി എന്നാൽ. സോ ഗൈസ് അങ്ങനെ റെഡിയായി ഓൾമോസ്റ്റ്. ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യണം. മേക്കപ്പ് ഒന്നുമല്ല, ജസ്റ്റ് സ്കിൻ കെയർ. നമ്മുടെ റൂട്ടീൻ സ്കിൻ കെയർ ഉണ്ട്. അതില്ലാതെ വെളിയിലിറങ്ങുന്ന ചാൻസേ ഇല്ല. സോ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് വിറ്റാമിൻ സി സെറമാണ്. അത് 1 ടൈം ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കോസറക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ. ഐ തിങ്ക് യു ആർ സീയിങ് ഇറ്റ് ദ വേ, ബട്ട് യാ, കോസറക്സ് സ്നെയിൽ മ്യൂസിൻ സെറമാണ്. ദെൻ ജസ്റ്റ് ദ കോമ്പാക്ട് പൗഡർ. ഇത് 3 എണ്ണമാണ് എൻ്റെ സ്കിന്നിൽ ഞാൻ ഇടാറുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക, ഐബ്രോ പെൻസിൽ ആൻഡ് ഐലൈനർ. സോ അതൊക്കെയാണ് എൻ്റെ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ. ഇതിട്ടിട്ടാണ് എവിടെ പോയാലും ഞാൻ പോകുന്നത്. പിന്നെ നമുക്ക് വല്ലതും പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മേക്കപ്പ് ഒക്കെ ചെയ്യാറുള്ളത്. സോ ഐ ഡു ദാറ്റ്. സോ ഫസ്റ്റ് 2 drops ഓഫ് വിറ്റാമിൻ സി. Cosrx. കയ്യിലിങ്ങനെ നല്ലതായിട്ട് മസാജ് ചെയ്യുമ്പോൾ ഇത് ആക്ടിവേറ്റ് ആവുന്നൊരു പ്രൊഡക്റ്റ്. എന്നിട്ട് ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് നമ്മുടെ ലിപ് ബാം ഞാൻ യൂസ് ചെയ്യുന്നത് ബേർഡ്സ് ബി ആണ്. പിന്നെ ഞാൻ സിന്ദൂരമായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു പെൻസിലാണ്. നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. സോ ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇതും ഇടാതെ വെളിപ്പോത്തില്ല. ദെൻ ഐബ്രോ പെൻസിൽ ചെയ്യുന്നതിന് മുന്നേ ഞാനൊന്ന് കോംബ് ചെയ്യും. ഐബ്രോസ് ചെയ്യാറായി. സോ ഇത് ജസ്റ്റ് ലൈനർ വരച്ച് കഴിഞ്ഞിട്ട്, ഐബ്രോ പെൻസിൽ വരച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒന്ന് പിന്നെയും കോംബ് ചെയ്ത് കൊടുക്കും. ഐലൈനർ ഇടാൻ മറന്നുപോയി. ദാറ്റ്സ് ഇറ്റ്. സോ കവർ ഗേളിൻ്റെയാണ്. Cover Girl, and that's how it is. That's it. നമ്മൾ റെഡിയായി. ഇനി മുടിയും കൂടെ ചീവി ബാഡ്ജും ഇട്ട് എസെൻഷ്യൽ ഐറ്റംസ് ഉണ്ട് വെക്കാനുള്ളത്. അതും കൂടെ എടുത്തിട്ട് നമ്മൾ ടിഫിനും പാക്ക് ചെയ്ത് ഇറങ്ങുക. ടിഫിനൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ റെഡിയാണ്. കറി ആൻഡ് ചപ്പാത്തി. ഹി വാസ് ഏബിൾ ടു മേക്ക് ഇറ്റ് ഫോർ മീ. സോ I'll show you the rest of the video. സോ എൻ്റെ ചായ റെഡി. ചേട്ടൻ വീട്ടിൽ കാണും നൈറ്റ് ഷിഫ്റ്റ് പോകുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ചായ റെഡി ആയിരിക്കും. ചായയും എൻ്റെ ഡിന്നറും കൊണ്ടുപോകാനുള്ള റെഡിയാണ്. സോ അപ്പം നമ്മൾ ചായ കുടിക്കുവാണ്. സ്റ്റോപ്പ് ഇറ്റ്. സോ ഞങ്ങളുടെ ബാൽക്കണി വെച്ചാണ് ഹെയർ ടൈ ഒക്കെ ചെയ്യുന്നത്. That's how it is, and now I'm gonna go and put all my other essential stuffs.
സോ ഇതാണ് എൻ്റെ ലഞ്ച് ബാഗ് ആൻഡ് നമ്മുടെ ബാഗ് എല്ലാം കൂടെ എടുത്ത് ഇനി ഷൂസും കൂടെ ഇട്ടാൽ മതി ആൻഡ് ദെൻ വി ആർ റെഡി ടു ഗോ. It's all ready. Let's go. ഭാഗ്യത്തിന് സിഗ്നൽ കിട്ടി. ഇന്നിവിടെ സിവിക് ഹോളിഡേ ആണ്, അപ്പം അധികം തിരക്ക് കാണത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. മമ്മൂച്ച സോ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തി ഗൈസ്. ആൻഡ് ലിഫ്റ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. 4 ലിഫ്റ്റ് ഉണ്ടെങ്കിലും എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും ലിഫ്റ്റിൽ, എസ്പെഷ്യലി അറ്റ് ദിസ് ടൈം ബിക്കോസ് ദർ ഇസ് ഇൻകമ്മിങ് സ്റ്റാഫ് ഫോർ ദ ഷിഫ്റ്റ്. ആൻഡ് ചിലർക്ക് ഷിഫ്റ്റ് 7 മണിക്കാണ് ഫിനിഷ് ആവുന്നത്. അപ്പം ഷിഫ്റ്റ് ഫിനിഷായ ആൾക്കാരും പോകുന്നുണ്ട് ആൻഡ് ഇൻകമ്മിങ് 7:30 ഷിഫ്റ്റിൽ കയറുന്ന ആൾക്കാരും ഉണ്ട്. സോ ലിഫ്റ്റ് എപ്പോഴും ബിസി ആയിരിക്കും. അപ്പം ഞാൻ കയറിയ ലിഫ്റ്റ് നന്നായിട്ട് ഫുൾ പാക്ഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് 2ാമത്തെ ലിഫ്റ്റിലാണ് കയറേണ്ടി വന്നത്. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റാഫ് റൂമിലെത്തി. സോ ഗൈസ് ഇതാണ് എൻ്റെ എക്യുപ്മെൻറ്റ്സ്. സോ നമ്മുടെ എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. നമ്മുടെ നഴ്സിംഗ് പാഡ്, അതിനകത്താണ് നമ്മൾ റിപ്പോർട്ടൊക്കെ എടുക്കുന്നത്. ആ കാണുന്നതാണ് എൻ്റെ യൂണിറ്റ്. ഇപ്പം എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, സോ അത് കാരണം ഞാൻ വീഡിയോ എടുക്കുന്നില്ല. സോ ഗൈസ് അങ്ങനെ ഞാൻ കയറി, എനിക്ക് റിപ്പോർട്ടൊക്കെ കിട്ടി. ഞാൻ എൻ്റെ പേഷ്യൻസിനെ എല്ലാത്തിനും അസസ് ചെയ്തിട്ട് ഇപ്പോൾ ഇരിക്കുക. ഇനിയിപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചാർട്ടിങ് ചെയ്യണം ആൻഡ് മെഡിക്കേഷൻസ് റൗണ്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ബ്രേക്സ് എടുക്കും. അപ്പോൾ ഗൈസ് അങ്ങനെ മെഡിക്കേഷൻ റൗണ്ട്സും കഴിഞ്ഞു. പേഷ്യൻസ് എല്ലാവരും സേഫ്ലി ഉറങ്ങാൻ തുടങ്ങുന്നു. നമ്മളിനിയും പോയി ഒരു ക്വിക്ക് ഡിന്നർ ബ്രേക്ക് എടുത്തിട്ട് വരുവാണ്. ഹാൻഡ് വാഷിംഗ്. പിക്കപ്പ് ഷിഫ്റ്റ് ആകുമ്പോൾ ഉണ്ടല്ലോ ഒരു സങ്കടമുണ്ട്. എന്തിനാ പിക്കപ്പ് ചെയ്ത്? അവധിയല്ലായിരുന്നോ? വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നോ? But then you think about the money you are getting when you are paid and the satisfaction that you learn something new every time you pick up your shift. So അങ്ങനെ ഇന്നും കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. It was good. So ഇനി ഡിന്നർ ബ്രേക്കിന് പോകാം. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ബ്രേക്ക് റൂം. സോ നമുക്ക് നമ്മുടെ ബ്രേക്ക് എടുക്കാം. സോ ഗൈസ് അങ്ങനെ ഇന്നത്തെ എൻ്റെ ഡിന്നർ ചപ്പാത്തി ഓർ റോട്ടി, ബീൻസ് കറി ആൻഡ് ടീ. സോ അങ്ങനെ ഗൈസ് ബ്രേക്ക് കഴിഞ്ഞു. ബാക്ക് ടു വർക്ക്. അങ്ങനെ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് വർക്കിന് പോവുകയാണ് ഞാൻ. അങ്ങനെ ഡിന്നർ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് ഞങ്ങൾ മാർ ടു മാർ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ മെഡിക്കേഷൻ റെക്കോർഡ് പുതിയ മാറിലേക്ക് ചെക്ക് ചെയ്യും. സോ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴും പേപ്പർ ചാർട്ടിംഗ് ആണ് ചില യൂണിറ്റിലൊക്കെ, ആൻഡ് ചില സ്ഥലത്ത് ഇലക്ട്രോണിക് ചാർട്ടിംഗ് ആണ്. സോ ഞങ്ങൾക്ക് യൂണിറ്റിൽ ഇപ്പോഴും ഇലക്ട്രോണിക് ചാർട്ടിംഗ്, ഹാഫ് യൂണിറ്റിൽ ഇലക്ട്രോണിക് ചാർട്ടിംഗ് ആണ്, ഹാഫ് യൂണിറ്റിൽ പേപ്പർ ചാർട്ടിംഗ് ആണ്. സോ അങ്ങനെ അതും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവർലി റൗണ്ട്സ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഒരു റൗണ്ട്സ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. പിന്നെ രാത്രിയിൽ നമ്മൾ ഓരോ പേഷ്യൻസിന് ഫീഡ്സൊക്കെ കാണും. അപ്പം ഫീഡ്ബാക്കൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്യണം, ചേഞ്ച് ചെയ്യണം, IV ട്യൂബ്സ് ചേഞ്ച് ചെയ്യണം. അങ്ങനെ അതൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ എവറി അവർ റൗണ്ട് ചെയ്യും പേഷ്യൻസിനെ. ഇപ്പം ഇവിടെ നൈറ്റ് 1:30, ഓൾമോസ്റ്റ് 1:30 ആയി. ഉറക്കം വരുന്നുണ്ട്, ബട്ട് ഐ എം ട്രൈങ് ടു കീപ് മൈസെൽഫ് അവേക്ക്. അപ്പം 2 മണിയായി. ഇനി എൻ്റെ ബ്രേക്കിൻ്റെ സമയമായി. അങ്ങനെ ഞാൻ
എൻ്റെ ബ്രേക്കിന് പോവാം. കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകാം. Wait for my break. Bye bye. ഞങ്ങളുടെ യൂണിറ്റിൽ സ്ട്രോക്ക് യൂണിറ്റാണ്. അപ്പം ഞങ്ങളുടെ യൂണിറ്റിലുള്ള നേഴ്സുമാരെല്ലാവരും സ്ട്രോക്ക് വാർഡ് ആൻഡ് ICU ലെവൽ 1 ആൻഡ് ICU ലെവൽ 2 ട്രെയിൻഡാണ്. സോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേഷൻ ചെയ്യും. സോ അങ്ങനെ എല്ലാവർക്കും ഓരോ സ്ഥലം അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയ ബ്രേക്ക് റൂമിലോട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ ലോക്കർ റൂമിൽ പോവാം. ഞങ്ങളുടെ ലോക്കർ റൂം കാണുന്നതാണ് എൻ്റേത്. നമുക്ക് കിടക്കാനുള്ള സൗകര്യമാണ് ഇവിടെ. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ബ്രേക്ക് ടൈം എടുക്കുവാണ്. എപ്പോഴും കൈ കഴുകി കൈ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു. സോ ഞാൻ കൈക്ക് വേണ്ടി ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ദ ഡെർമ. കുറച്ച് യൂസ് ചെയ്താൽ മതി. ആൻഡ് ഇനി അടുത്ത 1.5 മണിക്കൂർ ബ്രേക്കാണ്. ഉറക്കം വരുന്നില്ല. നൈറ്റ് ഷിഫ്റ്റിൽ ഉറങ്ങാൻ കുറച്ച് പാടാണ്. നമ്മളെ ബെഡ് വിട്ടിട്ട് എങ്ങും ഉറങ്ങാറില്ല. സോ അങ്ങനെ നമ്മൾ ഒരു സ്ട്രെച്ചറുണ്ട് നമുക്ക്. അതിനകത്ത് നമ്മൾ കിടക്കുക. നമുക്ക് പല ICU ലെവൽ 1 ലെവൽ 2 ആൻഡ് വാർഡ് ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ റൂം അസൈൻ ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് റൂംസ്. സോ അവിടെ വെച്ചാണ് നമുക്ക് നൈറ്റിൽ ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് തരുന്നത്. സോ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ഇന്ന് ലോക്കറിലാണ് കിടക്കുന്നത്. ചില സമയത്ത് നമുക്ക് നമ്മുടെ സ്റ്റാഫ് റൂമിൽ കിടക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് പോകാം. പക്ഷേ അവർ അസൈൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. സോ അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. ഇനിയും ഉറക്കം വരുന്നുണ്ടായിരുന്നു ഇത്രയും നേരം. ഇപ്പോൾ ഉറക്കം വരുന്നില്ല. സോ അങ്ങനെയായിരുന്നു ഇന്നത്തെ ഷിഫ്റ്റ്. ഐ മീൻ ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് നോട്ട് ഡിഫിക്കൾട്ട്. സോ ഫാർ എവറിത്തിങ് ഈസ് ആസ് പ്ലാൻഡ്. ഇനിയും ബ്രേക്ക് കഴിഞ്ഞിട്ട് ചെല്ലുമ്പം പേഷ്യൻസിനെ ഒന്നുകൂടെ റൗണ്ട് ചെക്ക് ചെയ്യും. ആൻഡ് ദെൻ വൈറ്റൽസ് എടുക്കണം. പിന്നെ വെളുപ്പിൻ്റെ മെഡിക്കേഷൻസും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കെയർ ഉണ്ടെങ്കിൽ AM കെയർ ഉണ്ടെങ്കിൽ അതും ചെയ്തിട്ട് നമ്മൾ ഇൻകമ്മിങ് സ്റ്റാഫിന് ഹാൻഡ് ഓവർ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങുവാണ്. സോ ഞാൻ പറ്റുന്നത്ര വീഡിയോ എടുക്കാം. എനിക്ക് പേഷ്യൻസിൻ്റെ ഒന്നും ഡിസ്ക്ലോസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് നമുക്ക് കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ അത് കാരണം ഞാൻ അങ്ങനെ വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. പറ്റുന്നത്ര ഞാൻ കാണിക്കാം. ആൻഡ് വാട്ട് എൽസ്, കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ് കുറച്ച് ബിസി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ കുറച്ച് വീഡിയോസ് എടുത്തേനെ. ബട്ട് അവർക്ക് കുറച്ച് ടഫാണ്. സോ അത് കാരണം ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. ആൻഡ് വാട്ട് എൽസ്, അപ്പോൾ ഇനി ബ്രേക്ക് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ റൂമിലെ ലൈറ്റെല്ലാം ഓഫാക്കി. ആ കാണുന്ന ഒരു വെട്ടം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ റൂമിൽ. ബാക്കി എല്ലാം ഇരുട്ടാണ്. സോ നമുക്ക് ഈ ഇരുട്ടത്ത് നമുക്ക് കുറച്ച് നേരം ഉറങ്ങാൻ പറ്റും. കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ നല്ല ഉറക്കമായിരിക്കും. എനിക്ക് പക്ഷേ ഉറക്കമേ വരത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഉണർന്ന് കിടക്കും, എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അലാം വെക്കാൻ മറന്നുപോയി. അലാം വെച്ചിട്ട് വേണം കിടക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം പക്ഷേ അടുത്ത വരുന്ന ആൾ നമ്മളെ വിളിച്ചോളും, അത് വേറെ കാര്യം. എന്നാലും അലാം വെച്ചിട്ട് കിടക്കുന്നതാണ് മര്യാദ. അപ്പം അങ്ങനെ അലാം വെച്ചിട്ടാണ് കിടക്കുന്നത്. എങ്ങാണ് ഉറക്കം വന്ന് ഉറങ്ങിപ്പോയാലേ. ശരി എന്നാൽ ഗുഡ് നൈറ്റ്. ഹേ ഗൈസ്, അപ്പം ബ്രേക്ക് കഴിഞ്ഞു. ഇനി ബാക്ക് ടു വർക്കാണ്. ഉറങ്ങിയില്ല, ഇങ്ങനെ കണ്ണടച്ച് കിടക്കുമായിരുന്നു. നമ്മൾ നമ്മുടെ കിടക്കയൊക്കെ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ പിന്നെ കാണാം. തിരിച്ചു വന്നു ഒരു ചായ ഉണ്ടാക്കുക. കുടിച്ചിട്ട് നമ്മൾ നമ്മുടെ പണി തുടങ്ങുക മോർണിംഗിൽ. സോ ഗൈസ്, അങ്ങനെ ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു. നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ്. ഐ എം സോ ലുക്കിംഗ് ഫോർവേഡ് ടു സ്ലീപ്പ്. കാരണം രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. എന്തായാലും ഷിഫ്റ്റ് കുഴപ്പമില്ലായിരുന്നു. ഷിഫ്റ്റ് ഓക്കെ ആയിരുന്നു. വി മേഡ് ഇറ്റ്. അപ്പം അങ്ങനെ നമ്മൾ പോവാം. അങ്ങനെ ചേട്ടൻ പിക്കപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. കാണാം.
ഗായ്സ്, അപ്പം ഇന്ന് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഡേ ഷിഫ്റ്റിലാണ്. നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും തമ്മിൽ അധികം ഡിഫറൻസ് എന്ന് പറയാൻ ഉള്ളത് ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നൈറ്റ് ഷിഫ്റ്റിൽ അധികം ഡിസ്ചാർജസ് ഇല്ല. പിന്നെ നൈറ്റ് ഷിഫ്റ്റിൽ നമുക്ക് മെഡിക്കേഷൻസും കുറവായിരിക്കും. പിന്നെ പേഷ്യൻസിനോടുള്ള ഇൻട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുന്നത് 50% ആവത്തുള്ളൂ. കാരണം നൈറ്റ് ഷിഫ്റ്റിൽ പേഷ്യൻസ് അധികം നമ്മൾ എൻകറേജ് ചെയ്യുന്നത് അവർ സ്ലീപ്പ് ചെയ്യണമെന്നാണ്. ആൻഡ് ഫാമിലീസും അതും വിസിറ്റേഴ്സും ഒക്കെ കുറവാണ്. ടെസ്റ്റ് ആൻഡ് അതർ പ്രൊസീജിയേഴ്സ് അതൊക്കെ ഡേ ഷിഫ്റ്റിലാണ് കൂടുതലും സ്കെഡ്യൂൾ ചെയ്യുന്നത്. ഡേ ഷിഫ്റ്റിലാണ് മൂവ്മെൻറ്റ് കൂടുതലുള്ളത്. നൈറ്റ് ഷിഫ്റ്റിൽ അത്ര മൂവ്മെൻറ്റ് ഇല്ല. ബട്ട് സ്റ്റിൽ until and unless there is any medication emergency, അധികം ക്വയറ്റ് എൻവയൺമെൻറ്റ് ആയിരിക്കും, നോയ്സി എൻവയൺമെൻറ്റ് അല്ലായിരിക്കും നൈറ്റ് ഷിഫ്റ്റിൽ. പിന്നെ നമുക്കുള്ള ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹെൽത്തിന് നൈറ്റ് ഷിഫ്റ്റ് അത്രയ്ക്കും ശരിയല്ല. ഞങ്ങൾക്കിപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കെഡ്യൂൾ 2 days and 2 nights ആണ്. ഐ പ്രിഫർ ദാറ്റ് സ്കെഡ്യൂൾ. ബട്ട് നമ്മൾ 2 days കഴിഞ്ഞിട്ടാണ് നമുക്ക് 2 nights ഉള്ളത്. അപ്പം ആ നൈറ്റ് ഷിഫ്റ്റിൽ കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം പോകുമ്പോൾ നമ്മൾ ആ ഒരു അവധി ദിവസം നമ്മൾ ഫുൾ ഉറങ്ങിത്തീർക്കും. അങ്ങനത്തെ ഒരു നമ്മുടെ ബോഡി അങ്ങോട്ട് ഡേ ഷിഫ്റ്റിലോട്ട് വരാനുള്ള ഒരു റൂട്ടീനിലോട്ട് വരാൻ കോപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ചില ആൾക്കാർക്ക് നൈറ്റ് ഷിഫ്റ്റ് ഒട്ടും ഇഷ്ടമല്ല. ബട്ട് ദേ ഹാവ് ടു ഡു ഇറ്റ്. ഐ പ്രിഫർ നൈറ്റ് ഷിഫ്റ്റ്. ബട്ട് ഡേ ഷിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് അധികം കാണാൻ പറ്റും, കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ആൻഡ് നൈറ്റ് ഷിഫ്റ്റിൽ അധികം സ്റ്റാഫിനെയും കാണണ്ട, മാനേജ്മെൻ്റ് ഇല്ല, അങ്ങനത്തെ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. നൈറ്റ് ഷിഫ്റ്റിൽ ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് കുറവായിരിക്കും. ബട്ട് ഡ്യൂറിങ് ഡേ ഷിഫ്റ്റ് അറ്റ്ലീസ്റ്റ് വി ഹാവ് സോ മെനി പീപ്പിൾ അറൗണ്ട് us that we can approach while we need help. During the night shift it's way less. And അതെ, സോ അങ്ങനത്തെ ഒരു കുറച്ച് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് ബോത്ത് നൈറ്റ് ഷിഫ്റ്റ് ആൻഡ് ഡേ ഷിഫ്റ്റ്. ഡേ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂവ്മെൻ്റ് ആണ്. ടെസ്റ്റും പ്രൊസീജിയേഴ്സും ഡിസ്ചാർജസ്, അഡ്മിഷൻസ്, കൺസേൾട്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. PTOT, SLP, അങ്ങനെ ഭയങ്കര കൺസേൾസും അങ്ങനെ ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ഫോർവേഡ് ആയിരിക്കും ഡേ ഷിഫ്റ്റിൽ. ആൻഡ് നൈറ്റ് ഷിഫ്റ്റിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ ക്വയറ്റ് എൻവയൺമെൻ്റ് ആണ് എൻകറേജ് ചെയ്യുന്ന പേഷ്യൻറ്റിന് വേണ്ടി, സോ ദാറ്റ് ദേ ക്യാൻ റെസ്റ്റ് ആൻഡ് there won't be any anxiety for them when there's so many noise around them. It will make them anxious. So സൺഡൗണിങ് പേഷ്യൻസിനൊക്കെ ബെസ്റ്റ് എൻവയൺമെൻറ്റ് നൈറ്റ് ഷിഫ്റ്റിൽ ക്വയറ്റ് എൻവയൺമെൻറ്റ് കൊടുക്കുന്നതാണ്. സോ അങ്ങനെ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട് നൈറ്റിൽ. ആൻഡ് നമുക്ക് ചാർട്ട് ചെയ്യാനും ഫോർവേഡ് മോർണിംഗ് സ്റ്റാഫിന് വരാൻ എത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്നു അത്രയും ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നൈറ്റ് ഷിഫ്റ്റിൽ, ഇഫ് ദർ ഇസ് നോ എമർജൻസി കേസസ്. സോ ഐ പ്രിഫർ നൈറ്റ് ഷിഫ്റ്റ്. ബട്ട് until when I can do it, I don't know. നമുക്ക് നോക്കാം.